ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായൊരു ഗീതുവായിരുന്നു. ഈ സിനിമയ്ക്കായി എന്നെ വിളിച്ചപ്പോൾ ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നതിനാൽ എനിക്ക് തുടക്കത്തിൽ അല്പം സംശയമുണ്ടായിരുന്നു. വലിയ താരനിരയുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ജാഗ്രത കാണിക്കാറുണ്ട്. ആദ്യം ഞാൻ പിന്മാറാൻ തുനിഞ്ഞെങ്കിലും അവസാനം ഞാൻ ഗീതുവിനോട് നേരിട്ട് വന്ന കഥ എന്നോട് പറയാൻ ആവശ്യപ്പെട്ടു. കഥ കേട്ട ആ നിമിഷം മുതൽ ഇത്രയും കാലം നമ്മൾ കാണാതെ പോയൊരു മികച്ച സംവിധായികയാണ് ഗീതുവെന്ന് എനിക്ക് തോന്നി. സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകർ അത്ഭുതപ്പെടും. സെറ്റിലെ ഓരോ നടീനടന്മാരുടെയും വിഷമഘട്ടങ്ങളിൽ കൂടെ നിന്ന് അവരെ കരുതലോടെ നയിക്കാൻ ഗീതുവിന് സാധിച്ചുവെന്നും നയൻതാര പറയുന്നു. നായകൻ യാഷിന്റെയും ഗീതു മോഹൻദാസിന്റെയും കഠിനാധ്വാനത്തെ പ്രശംസിച്ച താരം സഹപ്രവർത്തകരായ കിയാര അദ്വാനി, രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി എന്നിവരെക്കുറിച്ചും മനസ്സ് തുറന്നു. സിനിമയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാറില്ലെന്നും എന്നാൽ യാഷ് വിളിച്ചപ്പോൾ വരാതിരിക്കാനായില്ലെന്നും നയൻതാര പറഞ്ഞു. സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ അതിൽ അത്ര മിടുക്കിയല്ലാത്തത് കൊണ്ടാണ് സാധാരണയായി മാറി നിൽക്കുന്നത്. എന്നാൽ ഈ ചടങ്ങ് എനിക്ക് ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു. യാഷ് എന്നെ ഒന്ന് ഫോൺ വിളിച്ചു, അത് മാത്രം മതിയായിരുന്നു എനിക്ക് ബംഗളൂരുവിൽ എത്തുവാൻ. ഇവരുടെ കാഴ്ചപ്പാടും സിനിമയോടുള്ള സമർപ്പണവും വലുതാണ്. ഗീതുവിന്റെ വിഷനിൽ വിശ്വസിച്ച നിർമ്മാതാവിനോടും താൻ നന്ദി പറയുന്നുവെന്ന് താരം പറഞ്ഞു. താൻ ഒരുപാട് സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എന്നാൽ യാഷിനെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇമേജ് അതേപടി തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും ഉള്ളതെന്ന് മനസ്സിലായെന്ന് നയൻതാര പറഞ്ഞു. ഇത്രയധികം അധ്വാനിക്കുന്ന മറ്റൊരു നടനെ താൻ കണ്ടിട്ടില്ലെന്നും നടി കൂട്ടിച്ചേർത്തു. 4.5 വർഷമാണ് ഈ ഒരു സിനിമയ്ക്കായി അദ്ദേഹം മാറ്റിവെച്ചത്. സ്വന്തം കുടുംബത്തോടും മക്കളോടും ഒപ്പമുള്ള സമയം ത്യാഗം ചെയ്താണ് അദ്ദേഹം പൂർണ്ണമായും സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു നടൻ സ്വന്തം സംവിധായകയെ ഇത്രയധികം പരിപാലിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും നയൻതാര പറഞ്ഞു. നയൻതാരയും ഗീതു മോഹൻദാസും തമ്മിലുള്ള ബന്ധം കൂടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. രാപ്പകൽ എന്ന സിനിമയിലാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്നത്. അത് നയൻതാരയുടെ തുടക്കകാലമായിരുന്നു. മാത്രമല്ല, നയൻതാര ഇന്നത്തെ നയൻതാരയാകുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. 20 വർഷത്തെ ഗ്യാപ്പ് എടുത്ത് നോക്കിയാൽ നയൻതാര ഇന്ന് നിൽക്കുന്നത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഹൈറ്റ്സിലാണ്. സാധാരണക്കാരിയായ ഡയാന കുര്യൻ എന്ന പെൺകുട്ടിയായിട്ടാണ് നയൻതാര രാപ്പകൽ എന്ന ചിത്രത്തിലെത്തുന്നത്. ആ ചിത്രത്തിൽ ഒരു ജോലിക്കാരിയുടെ വേഷം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ലാത്ത, ഗ്ലാമറസ് ഒന്നുമല്ലാത്ത ഒരു നാട്ടിൻ പുറത്തെ വേഷം. പഴകിയ കോട്ടൺ സാരിയൊക്കെ അണിഞ്ഞ് വലിയ നിറമൊന്നുമില്ലാതെ ഇരുനിറത്തിൽ ഒരു കറുത്ത പൊട്ടും വെച്ച് മേക്കപ്പ് ഒന്നുമില്ലാത്ത ഒരു ചെറിയ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. ആ പെൺകുട്ടി ജോലിക്ക് വരുന്ന വീട്ടിലെ വലിയ പണക്കാരിയായ നായികയായിട്ടാണ് ഗീതു മോഹൻദാസിന്റെ രംഗപ്രവേശനം. ഒരു പാവം സ്വഭാവമാണെങ്കിൽ പോലും അന്നത്തെ ഗീതു മോഹൻദാസും നയൻതാരയും ഇന്നത്തെ ഗീതു മോഹൻദാസും നയൻതാരയും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്.